ഹായ്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇവിടെ മഴ അധികമാണ്. അതെ, കാത്തും മഴയും ഇങ്ങനത്തെ കുപ്പായം തൊപ്പി എല്ലാം ഇട്ടോളൊന്നു. ഇപ്പൊ ടൊപ്പി കഴിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനത്തെ തണുപ്പ് ഇവിടെ. അതെ, നല്ല മഴ പറഞ്ഞാ നല്ല മഴ. പിന്നെ അതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല, പുറത്തൊന്നും പോകാനൊന്നും. അതെ. പിന്നെ ഇപ്പൊ ഒരു ചെറിയ പണി കിട്ടിയിട്ട് അവള് പണിക്ക് പോണിണ്ട്. ചെക്കനും പണിക്ക് പോണ്. അമ്മ മാത്രം വീട്ടില്. വരുന്നതെല്ലാം വൈകുന്നേരം വരൂ. അന്നേരം ഈ മയ്യും കാറ്റും കുളിരും എല്ലാം ആയിട്ട് ഒന്നും ആണില്ല. അതിനെ കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളെ കാണിക്കണ്ടേ. എപ്പോഴൊക്കെ ഒരു വീഡിയോ ആക്കൂ. അതിനെ കൊണ്ട് ഒന്നും കരുതരുത് മക്കളെ. ഇവരെന്താ എപ്പോഴോ വരുന്നെന്ന് വിചാരിക്കണ്ട. സംഗതി ഇങ്ങനെല്ലാം ഉള്ള കൊണ്ടാണ്. അയാ പിന്നെ എല്ലാരും ഇങ്ങനെ വീട്ടിലിരുന്ന ശരിയാവുന്നില്ല. അതെ അതെ, കാറ്റും മയിലും എല്ലാവർക്കും ശരിക്ക് പണിയും കിട്ടുന്നില്ല. അതിനെ കൊണ്ട് ആരാങ്കും ഒന്ന് ഇവൾക്ക് പിന്നെ ഒരു എളുപ്പത്തിന്റെ പണി ടൗണിൽ കിട്ടീന്. അതിനെ കൊണ്ട് അവള് ഓടി. വേണ്ടാന്നൊന്നും തടുത്തില്ല, പോയിക്കോട്ടെ പറഞ്ഞിട്ട് വിട്ട്. കുട്ടികളെല്ലാം പഠിക്കുന്നത് പോണല്ലേ. ഭാര്യ ഭർത്താവ് രണ്ടാൾ പോയാലല്ലേ അവർ നല്ല പഠിപ്പിക്കാനാവുള്ളൂ. അത് എല്ലാവർക്കും അറിഞ്ഞ കഥയാണ്. അങ്ങനെ നേരം കിട്ടുമ്പോ ഇതാ ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാം. പിന്നെ അമ്മയും തീരെ കയ്യാണ്ടായി. ഇപ്പോ ഒരു മാസം അധികമായി. ഇപ്പൊ മെല്ലെ എണിച്ചിട്ട് വന്നാണ് ഇവിടേക്ക്. വന്നിട്ട് ശരി നിക്കാനൊന്നും ആനില്ല. എന്നാലും ഇപ്പൊ ഒരു ലേശം കുറവല്ല. അതെ, ഞാൻ ഒരിക്കൽ പറഞ്ഞോണ്ടുണ്ടായി പെണ്ണ് അമ്മേന്റെ കണ്ണെല്ലാം കൊണ്ടുണ്ട് ഉള്ളിക്ക് പോയി എന്ന് പറയുന്നു. അമ്മേന്റെ മുഖമുള്ള തെളിവുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ തെളിവ് ആയിക്കൊള്ളു. സുഖമാവുമ്പോ. സുഖമില്ലാത്തവര് എന്താക്കുക. വയസ്സും ആയതല്ലപ്പാ. സുഖം പറഞ്ഞാല് ഇനിയും സുഖം ഉണ്ടാവോ മോളെ? അല്ലേ? വയസ്സങ്ങനെ ആയോണ്ട് വരുമ്പോ നാടി നർമ്മന്റെ ശക്തി എല്ലാം കുറയൂ. അതന്നെ ഒരു സൂക്കേട് പോലെ. നടക്കാൻ സ്പീഡായിട്ടാവൂല, ഓടാൻ കഴിയൂല. വയസ്സെത്തിയല്ലേ എന്ന് പറയൂലേ നിങ്ങ? ഓട് പറഞ്ഞ എവിടേക്ക് ഓടൂ? വയസ്സെത്തിയാന്ന് എന്ന് പറയൂലേ? അതെ, മുമ്പെല്ലാം ഓട്ടം ചാട്ടം എല്ലാ പന്തയത്തിനും പോയിട്ടുണ്ട്. സൂചിക്ക് നൂല് കൊക്കണ്ടത്ര. പിന്നെ ഓടാന് സ്പൂണ് ചെറുപുളിയിൽ വെച്ചിട്ട് കടിച്ചിട്ട് ഓടാന് എല്ലാത്തിലും ഫസ്റ്റ് പറഞ്ഞാണ്. അത് നിങ്ങ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പൂല്ല. ഫസ്റ്റ് തന്നെ എസ്റ്റേറ്റിലിരിക്കുമ്പോ കൊല്ലത്തിനൊരിക്ക അങ്ങനത്തെ പോർട്സ് വെക്കൂ. അതില് ഞങ്ങളെ പോലത്തെ നല്ല ബാല്യമുള്ള നല്ല ഉഷാറുള്ളവരിനെ അതിലേക്ക് വിളിക്കൂ. അതിലെല്ലാം ഫസ്റ്റ് വന്നിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. ഓടുന്ന കാലത്തില് ഇപ്പൊ അതേപോലെ ഓടണം ചാടണം പറഞ്ഞാലാവുക? ആവൂല. അതിനെ കൊണ്ട് കുറച്ച് കയ്യാണ്ടാവുമ്പോ വീണ് പോണുണ്ട്. അങ്ങനെ എല്ലാരുടെ സ്ഥിതിയും ഒന്നെ. കോഴിയായെങ്കും നായായെങ്കും മനുഷ്യനായെങ്കും. നായി ഇപ്പൊ ഈ ഓട്ടം ഓടി വിടുന്നു കുറച്ചിട്ട്. അതിന് കുറച്ച് കയ്യമ്മയാവട്ടെ. വീണെടുത്തേ വീണുണ്ട്. ഈ നായിക്ക് മനുഷ്യന്മാർ വരുന്നതും കാണില്ല, കുറയ്ക്കൊന്നുമില്ല നമ്മൾ പറയും. അതുപോലെ എല്ലാവും. അതിനെ കൊണ്ട് വ്യസനമൊന്നുമില്ല. അതെ അതെ അതെ. അങ്ങനെ അപ്പൊ ഒരു പാട്ട് പാടുമ്പോ അതെ, സന്തോഷത്തില് മോള് ഒരു പാട്ട് പാട്. ഞാൻ കൈ മുട്ടിയിട്ട് കാണാ ഇതല്ല. അമ്മ ഇത്ര ബാക്ക് പറയുന്ന തന്നെ നിന്റെ പുണ്യം എന്ന് പറ. ഒരു ചെറിയ കുഞ്ഞി പാട്ടും പാടിയാല് നമ്മളുടെ കുട്ടികൾക്ക് അത് സന്തോഷമായി.
പിന്നെ ഒന്നാമത്തത് എന്താ പറഞ്ഞാല് കുട്ടികൾ സ്കൂൾക്ക് പോകാണ്ട് അവര് വീട്ടിലുള്ള കൊണ്ട് നമുക്ക് സുഖമില്ലാത്ത കൊണ്ട് ഒന്നും നമുക്കാവില്ല ഈ കുട്ടികളെ നോക്കാനോ റോഡ് അടുത്തന്നെ റോഡ് ബസ് അത് ഇത് പോണത് മക്കളിനെ സൂക്ഷിച്ചിട്ട് നോക്കണോ പിന്നെ എവിടെ പോയിട്ട് എന്താ ആക്കാനാവൂപ്പാ അതിനെ കൊണ്ട് എല്ലാം മുടങ്ങി വന്നു പിന്നെ നമ്മളുടെ പഴയ വീഡിയോനെ പറ്റിട്ട് കൊറേ ആള് ചോദിച്ചിന് എന്തായി അതെ എന്താ ഇപ്പോ വീഡിയോ നിങ്ങളുടെ കാണുന്നില്ലല്ലേ എന്താ അപ്പൊന്ന് പറഞ്ഞാൽ എന്ത് പറയണത് നമ്മളുടെ സംഗതി നമുക്കല്ലേ അറിയൂ ഇത് എല്ലാം കൊട്ടി പാടിക്കൊണ്ട് ഇങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ട് നടക്കാനാവൂല അന്നെങ്കിൽ ഇങ്ങനെ അറിയിച്ചാൽ അവർക്കും അറിഞ്ഞോളൂ ചോദിക്കുന്നവർക്കും അറിയിച്ചോളൂ പിന്നെ അറിഞ്ഞോളൂ അത് അന്നത്തെ മൊബൈല് ഉണ്ടായില്ലേ പഴയ മൊബൈലില് അങ്ങനെ ഫസ്റ്റ് ഒരു കേക്കായ മാതിരി അങ്ങനെ ആയത് കണ്ണ് അതിനെ കൊണ്ട് ഇപ്പൊ വേറെ മൊബൈലെല്ലാം വിളിച്ച് പുതിയതായിട്ട് നമ്മള് പേരെല്ലാം ഇത് ചേഞ്ച് ആക്കി ഇപ്പൊ നമ്മളെ വീഡിയോന്റെ പേര് OG ഫാമിലി കൂർഗെന്ന് അങ്ങനെല്ലാം ചേഞ്ച് ആക്കി പിന്നെ അതെല്ലാം പറയാനും വേണ്ടിട്ട് അമ്മ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഒന്നാമത്തത് എന്താ പറഞ്ഞ മനസ്സ് ചത്തുപോയി പറഞ്ഞ നല്ല ഉഷാറില് ഞങ്ങ എടുത്ത് എല്ലാ ആൾക്കാർക്കും അത്ര ഒരു കൊസിയായി ഞങ്ങൾക്ക് അങ്ങനെ തന്നെ എല്ലാരും ഇത് ലൈക്ക് അയച്ചോണ്ടും ഉണ്ടായി പിന്നെ അത് പോയി രണ്ടാമതൊന്ന് തുടങ്ങാ പറഞ്ഞിട്ട് വേറെ ഒന്ന് തുടങ്ങി അതേ പേരാ തന്നെ തുടങ്ങി അതും മുക്കാൽവാസിക്ക് എത്തുമ്പോ അതും പോയി ക്ലോസ് ആയി അപ്പോഴേക്ക് എന്തായി എന്താടാ ഇത് വേണ്ടപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടും പ്രയോജനം ഇല്ലാണ്ടായല്ലേ പറഞ്ഞിട്ട് മനസ്സ് ചത്ത് പിന്നെ അങ്ങനെ വിടാൻ പാടില്ല എല്ലാരും ചോദിക്കൂ നിങ്ങളുടെ വീഡിയോ നോക്കണ് കാണുന്നില്ല അതിനെ കൊണ്ട് പിന്നെ ഇടയിൽ ഞങ്ങൾ കാണാ അങ്ങനെ നമുക്ക് ഇപ്പൊ ലേശം ഒരു സന്തോഷമുണ്ട് ഇപ്പൊ കുറച്ച് പഴയ നമ്മുടെ ഫാമിലി എല്ലാം വന്ന് നമ്മുടെ വീഡിയോ എല്ലാം നോക്കണ കൊണ്ട് ഒരു സമാധാനമാണ് പിന്നെ അതേമാതിരി നമുക്ക് എപ്പോഴും സപ്പോർട്ടും ആക്കണം നിങ്ങള് സപ്പോർട്ടും ആക്കുന്നു മുമ്പത്തെ മാതിരി എപ്പാങ്കും ഓരോരു കേട്ടിന് പറഞ്ഞിട്ട് ദയവിട്ട് നിങ്ങ ആരും കരുതാൻ പാടില്ല നിങ്ങ മുമ്പേ എങ്ങനെ നോക്കിക്കൊണ്ടുണ്ടായി ഞങ്ങൾക്ക് ലൈക്ക് കൊടുത്തോണ്ടുണ്ടായി അങ്ങനെ കൊടുക്കണോ സംഗതി അല്ല വിവരമായിട്ട് നാം പറഞ്ഞിന് ഇനി ഒന്നും പറയാനില്ല ഉള്ള കഥ തേച്ചും ഭാര്യ കൊട്ടി അതെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇതിന് മുമ്പേ ഇത് പറയായിരുന്നു ഞാൻ എപ്പോഴും ഒറ്റയ്ക്കേ ഇവിടെ വീഡിയോ ഉണ്ടായിട്ടില്ല പിന്നെ ബാലേട്ടന് എപ്പോഴെങ്കിലും ലീവ് ഉണ്ടാവുള്ളൂ പിന്നെ ഒറ്റയ്ക്കേ ഇരുന്നിട്ട് എങ്ങനെ ഇത് പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടുണ്ടായി ഇന്ന് ഇപ്പൊ ഒരു സമാധാനമായി എല്ലാം പറഞ്ഞ് അങ്ങനെ അമ്മ പറഞ്ഞ പിന്നെ പറയാന്ന അവള് ഇരുന്നത് ഓർത്തിയിരുന്നോണ്ട് ഇങ്ങനെ ചുമർ നോക്കിട്ട് പറയാന്ന അത് വെറുമില്ല പറയാന്ന് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പറയുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു മൂളിച്ചലോ നമ്മളെല്ലാം ഒരു കുടുംബമായല്ലേ നമ്മളുടെ കഥ പറഞ്ഞല്ലേ അവർക്കും തിരിയൂ അങ്ങനെ ആയിട്ട് ഞാൻ എല്ലാം പറഞ്ഞതാണ് മുമ്പേ പൊന്നമ്മനെ കാണുന്ന മാതിരി ഇപ്പൊ നിങ്ങൾക്കില്ല മുമ്പേ കുറച്ച് നല്ല ഉണ്ടായി ഇപ്പൊ അമ്മനെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവൂ ആയാ ഇങ്ങനല്ല ആയ കൊണ്ട് മക്കളെ ഞങ്ങ വരാത്തത് ഇനി ഞങ്ങ വന്നോളാം വര ഇടയിടയില്ലാന്നെ വിടാണ്ട് വരാൻ പറ്റൂലെന്ന് പറഞ്ഞിന് നമ്മള് അതേപോലെ മുമ്പേ വിടാണ്ട് ഒരു ദിവസം മുടങ്ങാണ്ട് നമ്മള് വീഡിയോ ഒക്കെ ഉണ്ടായി വന്ന പാട് ദൈവത്തിന് ഒന്നും മാത്രം അറിയാം മക്കളെ ഏത് കാട് കൊണ്ട് എല്ലായിടത്തും നടന്നിന് ഈ വയ്യാത്ത കാലും വെച്ചോണ്ട് മുട്ടുവേദന പോകമ്മ പറഞ്ഞിട്ട് അതങ്ങനെ പോയി അങ്ങനെ അന്നാങ്ക് എപ്പാങ് നമുക്കും വ്യസനമുണ്ട് എന്താ പറഞ്ഞാല് ഓരോരുത്തർ ഇങ്ങനെ പിന്നെ കൊറേ ദിവസം നമ്മൾ വിചാരിച്ചോണ്ടായി വീഡിയോ ഒന്നും വേണ്ട ഇനി അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ആവുമ്പോ കൊറേ ആൾക്കാർ ഫോൺ നമ്പർ ഉള്ളവരെല്ലാം ഫോനാക്കിട്ട് ചോദിച്ചോണ്ട് എന്തായി വീഡിയോ എന്തായി
വീഡിയോ ഇടണപ്പ എന്തെങ്കിലും ഇടി നമ്മൾ നോക്കുന്നുണ്ടല്ലേ നല്ല അങ്ങനെ ഇങ്ങനെ എന്നല്ല പറഞ്ഞുകൊണ്ടുള്ള കൊണ്ട് നല്ല കുടുംബ സ്റ്റോറി എല്ലാം കൊടുത്തോണ്ടായി, നല്ല പണിയെടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ എല്ലാം കൊടുത്തോണ്ടായി. എല്ലാം ഒരു ചെറിയ കുട്ടി വന്നിട്ട് അതിനെ പൊളിച്ചു കളഞ്ഞു. പൊളിച്ചത് ഞങ്ങ പോയി. അതെ, അങ്ങനെ ചെറിയൊരു 2 വരി പാട്ട് പാടാ അമ്മ പറഞ്ഞതിന്. അതെ, എന്ന് പറഞ്ഞാല് എപ്പോഴും ഇത്ര നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളുടെ സംഗതി എല്ലാം പറയാനും ചെയ്തു. പിന്നെ പിന്നെയും ഒന്ന് എൻ്റെ മോള് വന്നിട്ടുണ്ടായേ. മോള് വന്നിട്ട് ഒരാഴ്ച വന്നിട്ട് പോകാൻ പറഞ്ഞിട്ട് ഉണ്ടായത്. നോക്കുമ്പോ അമ്മക്ക് തീരെ കഴിയില്ല. അങ്ങനെ ഒരാഴ്ച മോളും ഉണ്ടായി, മോളുടെ കുട്ടിയും ഉണ്ടായി. പിന്നെ കെട്ടിയൊന്ന് വിളിച്ചിട്ട് ഇപ്പം അമ്മ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് പെണ്ണ് പോയിന്ന്. അതൊരു സന്തോഷമായി, അവളുണ്ടായല്ലേ ഒപ്പോ. അങ്ങനെ അത്രയല്ല കഴിയാണ്ടായിട്ടുണ്ടായി. കവിത അത് അവള് വന്നതല്ലേ വീഡിയോയില് കൊറേ നോക്കിന്. അതെ അതെ, എല്ലാരും നോക്കി. അങ്ങനെ 2 വരി പാട്ട് പാടും. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. അത്ര അറിയുള്ളൂ. അത്രയെങ്കിൽ അത്ര. ഒരു പാട്ട് പറഞ്ഞാല് 2 വരിയാങ്കോ അമ്മ പറഞ്ഞതിന് പാടിയല്ലേ, അതാണ് വലുത്. എനിക്ക് പിന്നെ ഈ പാട്ട് ഒരു വലിയ ഇഷ്ടമായിരുന്നു. അന്നേ പറയണ ആ പാട്ട് എനിക്ക് ഇഷ്ടമെന്ന് അതും പാടി. അതും ഒരു സന്തോഷം. സന്തോഷം ഇല്ലാത്തതൊന്നുമില്ല. വീഡിയോ ഫൈലായതൊരു സന്തോഷം. 2ാമത് ഫൈലായത് ഇനിയും സന്തോഷം. ഇപ്പൊ 3ാമത്തത് തുടങ്ങിന്. ദൈവമേ കൈവിടണ്ടെന്നാ പറയുന്നത്. ഞാൻ ചിരിക്കുന്നു മാത്രം, വയറ്റിന്റെ ഉള്ളിൽ പുകയാന്നുള്ളത്. അന്നാങ്ക് കഷ്ടപ്പെട്ടവർക്ക് എവിടെ പോയിട്ട് കഷ്ടപ്പെട്ടാലും അവർക്ക് കൂലി തരണം. നമുക്ക് പണിയെടുത്തിട്ട് ജീവിക്കാൻ പറഞ്ഞിട്ട് ഒരിക്കൽ പോയിട്ട് പണിയെടുക്കണമെങ്കിൽ ഇതേ. അപ്പോൾ എന്താ പറയുക, അവർ പൈസ കൊടുത്തിട്ടില്ല. സരി വരുന്നാഴ്ച കൊടുക്കണം, ഈ ആഴ്ച എങ്ങനെയാകും നമുക്ക് സുധാരിക്കാൻ പറയൂ. വരുന്നാഴ്ചയും അവർ തന്നിട്ടില്ല. അപ്പം നമ്മളുടെ മനസ്സ് എന്താവും പറ. മക്കളെല്ലാം പട്ടിയും കൊടുക്കുന്നവർക്ക് കൊടുക്കണം, വിടണം, ഇതെല്ലാം ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ അത്ര കഷ്ടപ്പെട്ടതും ഞങ്ങൾക്ക് ആ വീഡിയോ ഒന്നും ആവണില്ലെങ്കിൽ കഷ്ടപ്പെട്ടത് നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ കഷ്ടപ്പെട്ടതിന് ഓർക്കുമ്പോൾ തളർന്നു പോണു നമ്മൾ. 2 പ്രാവശ്യം അത്ര ഒന്നില് പോയപ്പ പിന്നെയും ഒന്നില് അങ്ങനെ ആയി എന്ന് പറഞ്ഞാല് ഞങ്ങൾക്കൊരു സന്തോഷം വീട്ടിൻ്റെ ഉള്ളിൽ ഇത്രയ്ക്ക് പറയാണ്ട് ആ വീഡിയോ ഞങ്ങൾ ആക്കുമ്പോൾ അത്ര സന്തോഷം ഉണ്ടായി ഞങ്ങൾക്ക്. അതെല്ലാം ഇല്ലാണ്ടായല്ലേ, അതാണ് വലിയ വ്യസനം. പിന്നെ ദൈവം അങ്ങനെ തോപ്പിച്ചിട്ട് ജയിപ്പിക്കൂ, കൈവിടില്ലാന്ന് ഞാൻ കരുതുന്നുണ്ട്. നോക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്കല്ല, ഇഷ്ടമല്ല നിങ്ങൾക്ക് പാടുവോ. പൊന്നമ്മ വയസ്സായാലും വന്നിട്ട് എല്ലാ വീഡിയോയിലും നിൽക്കുന്നല്ലേ, മക്കളുടെ കൂടെ അല്ലേ പോയിട്ട് നിൽക്കൂ. കവിത വന്നിട്ട് വേണ്ടത് വിജുക്ക് ഇനി ഞാൻ എടുത്ത അത്ര മതിയാവില്ല. ആ കാറിൽ പോകുമ്പോൾ കൂടി ഒരു വീഡിയോ ആക്കിക്കൊണ്ടേ പോവുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വീഡിയോക്കാരൻ്റെ ഇങ്ങനെ ആയി പറഞ്ഞിട്ടാണ് ഒരു പേജാറ്. നിങ്ങൾക്കും ഉണ്ടാവും അപ്പ വ്യസനം, ഇല്ലാണ്ടല്ല. ഇത്രയ്ക്കല്ല അവർ ചെയ്തിട്ട് അവരുടെ ഇങ്ങനെ ആയല്ലേ, നിങ്ങൾക്കും ഉണ്ട്. ഇല്ല പറഞ്ഞിട്ടില്ല. ഇനി കൈവിടണ്ടപ്പ നിങ്ങളെ. അങ്ങനെ ബൈ.